ചരിത്രകാരന്മാരെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു നിഗൂഢ നിലവറയാണ് വത്തിക്കാൻ സീക്രട്ട് ആർക്കൈവ്സ് എന്നറിയപ്പെടുന്ന വത്തിക്കാനിലെ രഹസ്യ ലൈബ്രറി. 50 മൈലുകളോളം ചുറ്റളവിൽ അനേകം ഷെൽഫുകളിലായി കോടിക്കണക്കിന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ലൈബ്രറി ഒരു ഭൂഗർഭ അറയിലാണ് ഒരുക്കിയിരിക്കുന്നത്. മാർപ്പാപ്പമാരുടെ തികച്ചും പേഴ്സണലായ കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിനാലാണ് ഈ ലൈബ്രറിക്ക് സീക്രട്ട് ലൈബ്രറി എന്ന പേര് വന്നത്. ഈ ലൈബ്രറിയിൽ അത്യപൂർവങ്ങളായ പല രേഖകളും ഉണ്ടെന്നതും അവയിലേക്ക് പൊതുജനങ്ങൾക്കോ ഗവേഷകർക്കോ പോലും നേരിട്ട് ആക്സസ് നൽകുന്നില്ല എന്നതും കാലാകാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ ലൈബ്രറിയിലെ രേഖകളുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ജർമ്മനിയിലെ ജൂത വംശഹത്യയിൽ പയസ് 12 മാർപ്പാപ്പ സ്വീകരിച്ച തണുപ്പൻ സമീപനത്തെക്കുറിച്ചായിരുന്നു. ജൂതരെ ഒന്നായി കൂട്ടക്കൊല ചെയ്ത നിഷ്ഠുര കൃത്യത്തെ മാർപ്പാപ്പ എതിർത്തതിന്റെ തെളിവുകളൊന്നും തന്നെ ചരിത്രരേഖകളിൽ കാണാനാകില്ല. പരസ്യമായി അങ്ങനൊരു എതിർപ്പ് വത്തിക്കാൻ പ്രകടിപ്പിച്ചിട്ടുമില്ല. മാർപ്പാപ്പയുടെ ഈ മൗനം 2ാം ലോകമഹായുദ്ധകാലത്ത് തന്നെ വലിയ ചർച്ചയായിരുന്നു. മാർപ്പാപ്പ ഹിറ്റ്ലറെ പിന്തുണയ്ക്കുകയാണെന്നും വംശഹത്യക്ക് കൂട്ടുനിൽക്കുകയാണെന്നുമായിരുന്നു പ്രധാന ആരോപണങ്ങൾ. ഹിറ്റ്ലറുടെ മാർപ്പാപ്പ എന്ന വിശേഷണം വരെ പോപ്പ് പയസിന് ലഭിച്ചു. എന്നാൽ ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം രൂക്ഷമായപ്പോഴും ഒരു പ്രസ്താവനയോ മാർപ്പാപ്പയുടേതായ ഒരു വിശദീകരണമോ നൽകാൻ വത്തിക്കാൻ തയ്യാറായില്ല. ആരോപണങ്ങൾ അങ്ങനെ തന്നെ പേറി വത്തിക്കാൻ കാലം കഴിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം 2019 മാർപ്പാപ്പ എന്തിനാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് എന്നതിന് ഉത്തരമെത്തി. ഒരു കത്തിലായിരുന്നു ആ ഉത്തരമുണ്ടായിരുന്നത്. അത് ലഭിച്ചതാകട്ടെ നേരത്തെ സൂചിപ്പിച്ച വത്തിക്കാന്റെ സീക്രട്ട് ആർക്കൈവ്സിൽ നിന്നും. നാസികൾ ജൂത വംശഹത്യ നടത്തുന്നു എന്ന വിവരം 1942 തന്നെ പയസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ചിരുന്നു എന്നായിരുന്നു കത്തിലെ നിർണായക വെളിപ്പെടുത്തൽ. ജൂതരെ മാർപ്പാപ്പ രഹസ്യമായി സഹായിച്ചിരുന്നുവെന്നും യൂറോപ്പിലെ കത്തോലിക്കരെ കരുതിയാണ് നാസി ക്രൂരതകളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാഞ്ഞത് എന്നും കത്തിലുണ്ടായിരുന്നു. വത്തിക്കാൻ ആർക്കൈവ്സിന്റെ യുദ്ധകാലത്തെ ശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന വാർ ടൈം ആർക്കൈവ്സിൽ നിന്നാണ് ആ കത്ത് ലഭിച്ചത്. അത് കണ്ടെത്തിയത് ജിയോവാനി കൊക്കോ എന്ന ആർക്കൈവിസ്റ്റും. വർഷങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് കത്ത് ജിയോവാനി കണ്ടെത്തുന്നത്. ഈ ഉദാഹരണം പറഞ്ഞത് എത്രത്തോളം പഴക്കമേറിയതും നിഗൂഢവുമാണ് വത്തിക്കാൻസ് ആർക്കൈവ്സ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. 1881 ലിയോ 12 മാർപ്പാപ്പയാണ് ആർക്കൈവ്സിന്റെ കുറച്ച് ഭാഗമെങ്കിലും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയത്. പക്ഷെ എന്നിട്ട് പോലും സീൽ ചെയ്തിരിക്കുന്ന അനേക മറകളിലായി എന്തൊക്കെ രേഖകൾ അതിനുള്ളിലുണ്ട് എന്നതിന് കൃത്യമായ കണക്കില്ല. 8ാം നൂറ്റാണ്ട് മുതലുള്ള രേഖകൾ വത്തിക്കാൻസ് ലൈബ്രറിയിൽ ഉണ്ടെന്നാണ് വിവരം. കാലപ്പഴക്കം ചെന്ന ഇവ നശിക്കാതിരിക്കാൻ അത്രയും ശ്രദ്ധയോടെ ലൈബ്രറിയുടെ പല അറകളിലായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവ കണ്ടെത്തുക എന്നത് ആർക്കൈവിസ്റ്റുകൾക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാകും. ഇതുപോലെ 14ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് വിവിധ മാർപ്പാപ്പമാരുടെ പേഴ്സണൽ രേഖകൾ സൂക്ഷിക്കുകയാണ് വത്തിക്കാൻ സീക്രട്ട് ആർക്കൈവ്സിൽ. മാർപ്പാപ്പമാർ അയച്ച കത്തുകളും അവർക്ക് വിശ്വാസികളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളും ഭരണ സംബന്ധമായ രേഖകളും കൃത്യമായി ലൈബ്രറിയിൽ ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം ഉണ്ടാവുമെന്നതിന്റെ ഒരു ചെറിയ കണക്ക് പറയാം. 14ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയുടെ രജിസ്റ്ററിൽ മാത്രമുള്ളത് 1,00,000 കത്തുകളാണ്. അതും മാർപ്പാപ്പമാർ നേരിട്ടും പേഴ്സണൽ സെക്രട്ടറിമാർ വഴിയും എഴുതി അയച്ചത്. ആ കാലയളവിൽ മാർപ്പാപ്പയുടെ ഓഫീസിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ അയച്ച കത്തുകൾക്കായി മറ്റൊരു രജിസ്റ്ററാണുള്ളത്. അതിലെ കത്തുകളുടെ എണ്ണം ചിലപ്പോൾ 10 ലക്ഷമൊക്കെ കടന്നേക്കാം. ഇങ്ങനെ സാധാരണക്കാരിലും ചരിത്രകാരിലും എല്ലാം കൗതുകമുണർത്തി നിലകൊള്ളുന്ന വത്തിക്കാൻസ് ആർക്കൈവ്സ് കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു. ഡെയിലി മെയിൽ യുകെയുടെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായിരുന്നു വാർത്ത. അന്യഗ്രഹ ജീവികളെ വത്തിക്കാൻസ് ലൈബ്രറിയുമായി കണക്ട് ചെയ്തായിരുന്നു ഇത്. മനുഷ്യരല്ലാത്ത ജീവികളെ കുറിച്ചുള്ള സുപ്രധാന രേഖകൾ വത്തിക്കാൻസ് ആർക്കൈവ്സിലുണ്ട് എന്ന് വാദിക്കുന്നതായിരുന്നു റിപ്പോർട്ട്. ഈ വാദം സാധൂകരിക്കുന്ന പല വെളിപ്പെടുത്തലുകളും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അന്യഗ്രഹ ജീവികളെ കുറിച്ചും അവ ഭൂമിയിൽ വന്നു പോകുന്നതിനെ കുറിച്ചും വത്തിക്കാൻ അറിയാമെന്ന മുൻ പെന്റഗൺ ഓഫീസർ ഡേവിഡ് ഗ്രഷിന്റെ വാദത്തിൽ ഊന്നിയാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. 1930 ഇറ്റലിയിൽ ഒരു അന്യഗ്രഹ പേടകം ഇടിച്ചിറങ്ങിയതിന് പിന്നാലെ പയസ് മാർപ്പാപ്പ ഭൂമിയിൽ മനുഷ്യരല്ലാത്ത ജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നായിരുന്നു ഗ്രഷിന്റെ വാദം. വത്തിക്കാൻ ലൈബ്രറിയിൽ ഇതിന് തെളിവുണ്ടെന്നും 2023 ഗ്രഷ് പറഞ്ഞിരുന്നു. അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിന അഥവാ ആകാശത്തിലെ അജ്ഞാത പ്രതിഭാസങ്ങൾക്ക് സാക്ഷിയായ ഒരാളാണ് ഗ്രഷ്. അതുകൊണ്ട് തന്നെ വത്തിക്കാനിലെ ലൈബ്രറിയിലേക്ക് ആക്സസ് കാത്തിരുന്നവരെ ത്രസിപ്പിച്ച വെളിപ്പെടുത്തലായിരുന്നു ഇത്. 2023 വിരമിക്കുന്നതിന് മുൻപ് US നാഷണൽ ജിയോസ്പേഷ്യൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ NGA, നാഷണൽ റീകോനൈസൻസ് ഓഫീസ് അഥവാ NRO എന്നിവിടങ്ങളിൽ ഗ്രഷ് ജോലി ചെയ്തിരുന്നു. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന അജ്ഞാത പേടകങ്ങളെ പറ്റി പഠിക്കാനുള്ള ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. ഇതിനാൽ തന്നെ ഗ്രഷിന്റെ വെളിപ്പെടുത്തലുകൾക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു. തന്റെ ഓരോ വെളിപ്പെടുത്തലിനും കൃത്യമായ തെളിവുകൾ കൈവശമുണ്ടെന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഗ്രഷിന്റെ മറുപടി. ഇവ സമയമാകുമ്പോൾ പുറം ലോകം കാണുമെന്നും 2023 തന്നെ ഗ്രഷ് പറഞ്ഞിരുന്നു.
2006 നിക് പോപ്പ് എന്ന UFO ഗവേഷകനും വത്തിക്കാൻസ് ലൈബ്രറിയിൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള സുപ്രധാന രേഖയുണ്ടെന്ന് വാദിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ രേഖകളിലേക്ക് മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്ന ചില പുരോഹിതന്മാർക്കും മാത്രമേ പ്രവേശനമുള്ളൂവെന്നായിരുന്നു നിക്കിന്റെ വെളിപ്പെടുത്തൽ. ഇവ ലൈബ്രറിയുടെ നിരോധിത മേഖലയിലാണെന്ന വാദവും നിക്ക് മുന്നോട്ട് വെച്ചു. ഡയാന വോൾസ് പസുൽക്ക എന്ന എഴുത്തുകാരിയാണ് വത്തിക്കാൻസ് ആർക്കൈവ്സിൽ അന്യഗ്രഹ ജീവികളെയും പാരാനോർമൽ പ്രതിഭാസത്തെയും ഒക്കെ സാധൂകരിക്കുന്ന രേഖകളുണ്ടെന്ന് വാദിച്ച് രംഗത്തെത്തിയ മറ്റൊരു വ്യക്തി. ഇവരുടെ പുസ്തകമായ അമേരിക്കൻ കോസ്മിക് UFOs റിലീജിയൻ ടെക്നോളജി 2019 US ബെസ്റ്റ് സെല്ലറായിരുന്നു. പാരാനോർമൽ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള റെക്കോർഡുകൾ കൊണ്ട് നിറഞ്ഞതാണ് വത്തിക്കാൻസ് ആർക്കൈവ്സ് എന്നായിരുന്നു ഇവരുടെ വാദം. എവിടെ നോക്കണമെന്ന് വത്തിക്കാനിലുള്ളവർക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് ഇവയൊന്നും പുറം ലോകം കാണാതെന്നും പറഞ്ഞു വെൽഷ്. എന്നാൽ ഈ വാദങ്ങളെയൊക്കെ സ്വാഭാവികമായും തള്ളുകയാണ് വത്തിക്കാൻ ചെയ്തത്. പക്ഷേ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന വാദത്തെ വത്തിക്കാൻ തള്ളിയതുമില്ല. വത്തിക്കാനിലേക്ക് ഏലിയൻസ് വന്നാൽ അവരെ മാമോദീസ മുക്കുമെന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മറുപടി. അവരെ ഭൂമിയിലേക്ക് കയറ്റാതിരിക്കാൻ നമ്മൾ ആരാണ് എന്ന ചോദ്യവും ഉയർത്തി മാർപ്പാപ്പ. ഭൂമിയിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവ സഭയുടെ വിശ്വാസത്തിന് എതിരാണെന്ന വാദമുയർത്തി ആ വസ്തുത തള്ളാനാവില്ലെന്നാണ് വത്തിക്കാന്റെ വാദം. പക്ഷേ ആർക്കൈവ്സിൽ ഇവയെക്കുറിച്ച് രേഖകൾ ഉണ്ട് എന്ന് സമ്മതിക്കാൻ വത്തിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. 2019 സീക്രട്ട് ആർക്കൈവ്സ് എന്ന പേര് മാറ്റി ലൈബ്രറിക്ക് വത്തിക്കാൻ അപ്പോസ്റ്റോളിക് ആർക്കൈവ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പേര് നൽകിയതും അനാവശ്യമായ ഇത്തരം ഊഹാപോഹങ്ങൾക്ക് ഇടവരുത്താതിരിക്കാൻ വേണ്ടിയാണ്.